പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം. കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും. കൊല്ലാവ്രതമുത്തമമാ അതിലും തിന്നാവ്രതമെത്രയുമുത്തമമാം. എല്ലാ മതസാരവുമോർക്കിളിതെന്നല്ലേ പറയേണ്ടതു ധാർമ്മികരെ. കൊല്ലുന്നതു തങ്ങൾ വരിൽ പ്രിയമാമല്ലീ വിധിയാർക്കുഹിതപ്രദമാം. ചൊല്ലേണ്ടതു ധർമ്മ്യമിതാരിലുമൊത്തല്ലേ മരുവേണ്ടതു സൂരികളെ. കൊല്ലുന്നവനില്ല ഭുജിപ്പതിനാളില്ലെങ്കിൽ അശിക്കുക തന്നെ ദൃഢം. കൊല്ലിക്കുക കൊണ്ടു ഭുജിക്കുകയാം കൊല്ലുന്നതിൽ നിന്നുമുരത്തൊരഖം. കൊല്ലായിലവൻ ഗുണമുള്ള പുമാൻ അല്ലായിൽ മൃഗത്തോടു തുല്യനവൻ. കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവക നന്മയുമാർന്നിടിലും. ഇതാണ് ഗുരുകൃതമായ ജീവകാരുണ്യ പഞ്ചകം. ഈ കൃതിയുടെ പഠനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പായി ആമുഖമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ജീവിവർഗത്തോട് മനുഷ്യൻ പുലർത്തേണ്ട കാരുണ്യപൂർവമുള്ള സഹവർത്തിത്വത്തിൻ്റെ അനിവാര്യതയാണ് ജീവകാരുണ്യ പഞ്ചകം എന്ന ശീർഷകത്തോടു കൂടിയ ഈ കൃതിയിൽ ഉദ്ഘോഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രായോഗിക അദ്വൈതം എങ്ങനെ ആചരിക്കാം എന്നാണ് ഈ കൃതിയിലൂടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത്. സർവ ജീവജാലങ്ങളിലും വർത്തിക്കുന്ന ജീവസത്ത ഒരേ പരമ്പൊരുൾ തന്നെയാകുന്നു എന്ന ബോധമുള്ളവർക്ക് പ്രാണിഹത്യയെ സ്വഹത്യയായി മാത്രമേ കാണാൻ സാധിക്കൂ. സർവ്വജീവജാലങ്ങളെയും പരസ്പരം അന്നങ്ങളായാണ് പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതു ജീവിയും ഏതു സമയത്തും അന്യജീവികളാൽ കൊല്ലപ്പെടുകയും തിന്ന് കാഷ്ടിക്കപ്പെടുകയും ചെയ്തേക്കാം. മനുഷ്യനും ഇത് ബാധകമാണ്. ആരോഗ്യവാന്മാരായ ആളുകളുടെ ശരീരത്തിൽ പോലും അസംഖ്യം രോഗാണുക്കളും കൃമികൾ മുതലായ പരാന്നഭോജികളും വസിക്കുന്നുണ്ട്. അവയെല്ലാം മനുഷ്യ ശരീരത്തെ അനുനിമിഷം കാർന്ന് തിന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സർവ്വജീവികളും അന്യരുടെ ആഹാരമാണ്. ഇത് പ്രകൃതി നിയമമാണ്. ഈ നിയമത്തെ അതിലംഘിച്ച് മുന്നേറുവാനുള്ള അതിജീവനകലയും സർവ്വജീവികൾക്കും ജന്മസിദ്ധമാണ്. അതിജീവനകല ഒരിക്കലും ഉന്മൂലനാത്മകമായി ഭവിച്ചുകൂടാ. അങ്ങനെ സംഭവിച്ചാൽ അത് പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്കും സർവനാശത്തിനും കാരണമായി ഭവിക്കും. ഇക്കാര്യം മനസ്സിലാക്കി വിവേകപൂർവം അതിജീവനകല വികസിപ്പിച്ചെടുത്ത് മുന്നേറാൻ മനുഷ്യൻ ശീലിക്കണം. മനുഷ്യൻ മാത്രമുള്ള ഒരു ലോകത്തിൻ്റെ പുലർച്ച ഒരു കാലത്തും സാധ്യമല്ല. ഓരോ ജീവിക്കും അതാതിൻ്റെ ധർമ്മനിയോഗങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പ്രകൃതിയിലുള്ള സർവ്വവിധാനീയതകളെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായ ഒരു അതിജീവന കലയാണ് നാം വികസിപ്പിച്ചെടുക്കേണ്ടത്. ജീവകാരുണ്യമാണ് അതിനാവശ്യം. ഒരു ജീവിക്ക് പോലും ദോഷമുണ്ടാക്കുന്ന
ബോധപൂർവമായ പ്രവൃത്തികൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. മനസാ വാചാ കർമ്മണ അന്യജീവികൾക്ക് ദോഷം ചെയ്യണമെന്നുള്ള വിചാരമില്ലായ്മയും അതനുസരിച്ചുള്ള പ്രവൃത്തികളുടെ ആചരണവുമാണ് പ്രായോഗിക അഹിംസാചരണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരുകൃതമായ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടതിതോർക്കുകിൽ നാം, കൊല്ലുന്നതുമെങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റു ഭുജിക്കയതും എന്ന ശ്ലോകത്തോടു കൂടിയാണ് ഈ പഞ്ചകം സമാരംഭിക്കുന്നത്. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോടുകൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്നാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത്. അതനുസരിച്ച് സർവജീവികളിലും വർത്തിക്കുന്ന പ്രാണൻ പരമാത്മസത്ത തന്നെയാണ്. ഈ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് വിചാരം ചെയ്തു നോക്കിയാൽ സർവജീവികളും ആത്മസഹോദരങ്ങളാണ്. അതുകൊണ്ട് ഏതൊരു ജീവിയെ കൊന്നാലും അത് സഹോദര ഹത്യ തന്നെയാണ്. മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ് മറ്റു ജീവികളെല്ലാം എന്നാണ് സെമറ്റിക് മതങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അതുകൊണ്ട് ഏതു ജീവിയെയും മനുഷ്യന് കൊന്നു തിന്നാനും ചൂഷണം ചെയ്യാനുമുള്ള അധികാരവും അവകാശവും മനുഷ്യനുണ്ട് എന്നും സെമറ്റിക് മതങ്ങൾ അനുശാസിക്കുന്നു. അവരുടെ അനുശാസനകൾ അനുസരിക്കാത്ത മനുഷ്യരെയും കൊന്നുകളയണമെന്നാണ് തീവ്രവാദ നിലപാടുള്ള ചില മതങ്ങളുടെ അഭിപ്രായം. ഓർത്തു നോക്കിയാൽ ഈ അനുശാസന നീതിയുക്തമോ സത്യത്തിന് നിരക്കുന്നതോ അല്ല എന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ്. സർവസൃഷ്ടികളും ദൈവസൃഷ്ടികളാണെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ തന്നെ മനുഷ്യനു വേണ്ടിയാണ് ദൈവം സർവത്തെയും സൃഷ്ടിച്ചിരിക്കുന്നതെന്നും വാദിക്കുന്നു. ഈ നിരർത്ഥകവാദത്തെ നിരാകരിക്കുന്ന നിലപാടാണ് ഭാരതീയ ദർശനശാസ്ത്രങ്ങളിലുള്ളത്. മനുഷ്യൻ ദൈവസൃഷ്ടികളിൽ ഒന്നു മാത്രമാകുന്നു എന്നും മറ്റുള്ള ജീവികൾക്കിവിടെയുള്ള അവകാശങ്ങളും അധികാരങ്ങളും മാത്രമേ പ്രകൃതി മനുഷ്യനും അനുവദിച്ചു നൽകിയിട്ടുള്ളൂ എന്നുമാണ് ഭാരതീയ ദർശനങ്ങൾ പഠിപ്പിക്കുന്നത്. ആധുനിക ഋഷീശ്വരൻ കൂടിയായിരുന്ന ശ്രീനാരായണ ഗുരുദേവനും അതുതന്നെയാണ് പഠിപ്പിച്ചു തരുന്നത്. ഈശാവാസ്യമിതം സർവം എന്ന ഔപനിഷദ വാക്യത്തെ നെഞ്ചിലേറ്റി ജീവിച്ച ഗുരു അതേ നയമാണ് ഉപദേശിക്കുകയും ചെയ്തത്. സർവജീവികളും ഭൂമിയുടെ അവകാശികളാണ്. ആ അവകാശത്തെ നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല. നമുക്ക് അവകാശപ്പെട്ടത് നമുക്കും അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അനർഹമായതൊന്നും മോഹിക്കാതെയും അന്യജീവികളുടെ അവകാശങ്ങളെ ഹനിക്കാതെയും അഹിംസാത്മകമായ അതിജീവനകല വികസിപ്പിച്ചെടുത്ത് മുന്നേറുന്നതാണ് വിവേകികൾക്ക് അഭികാമ്യം. പരസ്പരം കൊന്നും തിന്നും ജീവിക്കുന്ന സംസ്കാരം കിരാതമാണ്. അത് മാനവികതയ്ക്ക് യോജിച്ചതല്ല. സർവജീവികളെയും ആത്മസഹോദരങ്ങളായി കാണാനും സഹവർത്തിത്വം പുലർത്താനും ശീലിക്കുന്നവരാണ് ഗുണവാന്മാർ. ഈ അറിവ് ഉൾക്കൊള്ളാനും പ്രയോഗതലത്തിൽ കൊണ്ടുവരാനും ഓരോരുത്തരും പരമാവധി ശ്രമിക്കണം എന്നാണ് ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത്. കൊല്ലാവ്രതം ഉത്തമമാം, അതിലും തിന്നാവ്രതം എത്രയും ഉത്തമമാം, എല്ലാ മതസാരവും ഓർക്കിലിതെന്നല്ലേ പറയേണ്ടത് ധാർമ്മികരേ. ഇതാണ് ഈ പഞ്ചകത്തിലെ 2ാമത് ശ്ലോകം. കൊല്ലാവ്രതം ഉത്തമമാകുന്നു. മാംസാഹാരവർജനം അതിലുമധികം ഉത്തമമാണ്. മതപണ്ഡിതന്മാരെ വിചാരം ചെയ്തു നോക്കിയാൽ സർവമതങ്ങളുടെയും സാരം ഇതുതന്നെയാകുന്നു എന്നല്ലേ പറയേണ്ടത്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം. അത്യന്തം ചിന്തോദ്ദീപകമാണ് മതപണ്ഡിതന്മാരോടുള്ള ഗുരുവിൻ്റെ ഈ ചോദ്യം. ധർമ്മമെന്ന സംസ്കൃത പദം മതസൂചകമാണ്. സുചിന്തിതവും സുനിശ്ചിതവും സുഗ്രാഹ്യവുമായ ജീവിതമൂല്യങ്ങളുടെ സംഗ്രഹങ്ങളാണ് മതങ്ങൾ. യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും ദാർശനികതയുടെയും പിൻബലമില്ലാത്ത മൂല്യസങ്കല്പങ്ങൾക്കൊന്നും ധാർമ്മിക അടിത്തറയില്ല.
ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കാതെ ജീവിതം നയിക്കുന്നവരാണ് ധാർമ്മികർ. അങ്ങനെയുള്ളവരോടാണ് ഗുരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. സർവ്വജീവജാലങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടികളാകുന്നു എന്നാണ് ആസ്തിക മതങ്ങളെല്ലാം ഉദ്ഘോഷിക്കുന്നത്. സ്വന്തം സന്തതികളെ കൊന്ന് അവരുടെ രക്തം കുടിക്കാനും അവയുടെ മാംസം ഭുജിക്കാനും ആരാണ് ഇഷ്ടപ്പെടുക? ദൈവപുത്രന്മാരായ മനുഷ്യർ ദൈവത്തിൻ്റെ തന്നെ സന്തതികളായ മൃഗാദികളെ പിടിച്ച് കഴുത്തറുത്ത് കൊന്ന് അവയുടെ ചോര കൊണ്ട് ആരാധനാമൂർത്തികളെ അഭിഷേകം ചെയ്യുകയും അവയുടെ മാംസം തീയിലിട്ട് ചുട്ടു സമർപ്പിക്കുകയും അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആരാധ്യദേവതകൾ അവരുടെ ഇഷ്ടകാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമെന്നുള്ള വിശ്വാസ പ്രമാണത്തിന് എന്ത് സാധൂകരണമാണുള്ളത്? നിങ്ങൾ തന്നെ ഉത്തരം പറയുവിൻ ധാർമ്മികരെ എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. യാഗത്തിനു വേണ്ടിയുള്ള ബലി അഥവാ കൊല്ലൽ നടത്താൻ വൈദിക വിധിയുണ്ടെന്നാണ് ഹിംസാവാദികളായ മതനേതാക്കന്മാർ വാദിക്കുന്നത്. വൈദികമായ യജ്ഞഭാഷയും കർമ്മഭാഷയും തന്ത്രഭാഷയും മന്ത്രഭാഷയും വശമില്ലാത്തവരും വൈദിക കർമ്മവിധികളിലെ പ്രതീകാർത്ഥങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരുമാണ് അശ്വമേധം, പശുമേധം, നരമേധം തുടങ്ങിയ യാഗങ്ങളുടെ പ്രയോക്താക്കൾ. വൈദിക വിധിപ്രകാരമുള്ള കർമ്മങ്ങളെയെല്ലാം പ്രതീകാർത്ഥപുഷ്ടങ്ങളായിട്ടാണ് വേദങ്ങളിൽ പഠിപ്പിച്ചു തരുന്നത്. അശ്വം കായിക ശക്തിയുടെയും പശു പശുത്വത്തിൻ്റെയും നരൻ മേധാവിത്വത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ഇപ്പറഞ്ഞ പ്രതീകങ്ങളുടെ ത്യാഗത്തെയാണ് അശ്വമേധവും പശുമേധവും നരമേധവും പ്രതീകവൽക്കരിക്കുന്നത്. പൂർവ്വസൂരികൾ അനുഷ്ഠിക്കുകയും അവരുടെ പിന്മുറക്കാർ അനുവർത്തിക്കുകയും ചെയ്തു പോകുന്ന ഇത്തരം മൂല്യസംരക്ഷണ വിധികളെ ബുദ്ധിരാക്ഷസന്മാരായ ഒരു കൂട്ടർ ദുർവ്യാഖ്യാനം ചെയ്ത് വികസിപ്പിച്ചെടുത്ത നിരർത്ഥകങ്ങളായ കർമ്മങ്ങളിലാണ് കുതിരകളും പശുക്കളും സാധുമനുഷ്യരുമൊക്കെ ഹോമിക്കപ്പെട്ടത്. വസ്തുതാപരമായ ഈ മഹാരഹസ്യം കണ്ടെത്തി പ്രചരിപ്പിക്കാൻ ആളുകളില്ലാതെ പോയതുകൊണ്ടാണ് ബലികർമ്മങ്ങൾ സാധൂകരിക്കപ്പെടുകയും കൊല്ലലും തിന്നലും പ്രചുരപ്രചാരം നേടുകയും ചെയ്തത്. മദ്യമാംസാദികളുടെ യഥേഷ്ടം പൂജിക്കാൻ വേണ്ടിയും സ്വാർത്ഥ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത ബുദ്ധിരാക്ഷസന്മാരാണ് ബലി തുടങ്ങിയ ക്രൂര ആചാരങ്ങൾ മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമാക്കി തീർത്തത്. ലോക മതങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യനന്മയാണ്. മനുഷ്യർ മാത്രം ഉൾക്കൊള്ളുന്ന ലോകം ഒരിക്കലും യാഥാർത്ഥ്യമായി ഭവിക്കുന്നതല്ല. സർവ്വജീവികളുടെയും നന്മ ഉറപ്പാക്കിയാൽ മാത്രമേ മനുഷ്യനന്മയ്ക്ക് പുലരുവാൻ സാധിക്കൂ. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഭാരതീയ ഋഷീശ്വരന്മാർ പ്രാർത്ഥിച്ചതിൻ്റെ രഹസ്യം ഇതാണ്. പരസ്പരം കൊന്നു തിന്നുന്ന പ്രകൃതം ജന്തുപ്രകൃതമാണ്. വിവേകബുദ്ധിയുള്ള മനുഷ്യൻ ആ പ്രകൃതത്തെ അതിജീവിച്ച് മുന്നേറുവാൻ ബാധ്യസ്ഥനാണ്. ഇക്കാര്യം ലോകരുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ടത് ധർമ്മികളാണ്. ഉത്തമധർമ്മം ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് മതപണ്ഡിതന്മാരാണ്. മതങ്ങളെല്ലാം സുചിന്തിതങ്ങളും സുനിശ്ചിതങ്ങളും സുഗ്രാഹ്യങ്ങളുമായ ജീവിതമൂല്യം ഉയർത്തിപ്പിടിക്കാൻ സഹായിക്കുന്നവയായി തീരണമെങ്കിൽ കൊല്ലലിൻ്റെയും തിന്നലിൻ്റെയും വാസന മതാനുയായികളിൽ പെരുകാതിരിക്കാൻ മതനേതാക്കൾ ശ്രദ്ധിച്ചേ മതിയാവും. കൊല്ലാനും തിന്നാനുമല്ല, മറിച്ച് ജീവകാരുണ്യമൂല്യത്തെ ഊട്ടിയുറപ്പിക്കാനും കൃപാലുക്കളായി ജീവിക്കാനും മനുഷ്യനെ പഠിപ്പിക്കുകയാണ് വേണ്ടതെന്നും ലോകമത നേതാക്കൾക്ക് ഗുരു നൽകിയിരിക്കുന്ന ഈ മഹത്തായ ഉപദേശം മർമ്മജ്ഞനായൊരു മേധാവിക്കു മാത്രം നൽകാൻ കഴിയുന്ന ഉപദേശമാണ്. മതനിഷേധം കൂടാതെ തന്നെ മതാതീത ആത്മീയതയെ ദർശിച്ച മഹാഗുരുവിൻ്റെ പ്രായോഗിക അദ്വൈത ബോധം വിളിച്ചോതുന്ന ഒരു ശ്ലോകമാണിത്. കൊല്ലുന്നതു തങ്കൽ വരിൽ പ്രിയമാമല്ല
ഈ വിധി ആർക്കു ഹിതപ്രദമാം, ചൊല്ലേണ്ടതു ധർമ്മ്യമിതാരിലും ഒത്തല്ലേ മരുവേണ്ടത് സൂരികളെ. ഇതാണ് ഈ പഞ്ചകത്തിലെ 4-ാമത് ശ്ലോകം. കൊല്ലപ്പെടുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. കൊല്ലപ്പെടാൻ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് കൊല നടത്താൻ അധികാരമുണ്ടോ? ധർമാനുസാരിയായ ഈ നിയമവിധി എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കേണ്ടതല്ലേ സൂരികളെ നിങ്ങൾ പറഞ്ഞാലും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ വാച്യാർത്ഥം. അഹിംസാധർമാചരണത്തിന് പിന്നിലുള്ള ദാർശനിക യുക്തിയാണ് ഈ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലപ്പെടുവാൻ ഒരു ജീവിയും ആഗ്രഹിക്കുന്നില്ല. പ്രാണഭീതിയുണ്ടായാൽ ഉടൻ സന്ദർഭോചിതമായി പ്രതികരിക്കാനുള്ള അതിജീവനകല എല്ലാ ജീവികൾക്കും ജന്മസിദ്ധമാണ്. സിംഹം തുടങ്ങിയ മാംസഭോജികളായ മൃഗങ്ങൾ ഭക്ഷണത്തിനു വേണ്ടി അല്ലാതെ വിനോദത്തിനു വേണ്ടി മൃഗങ്ങളെ കൊല്ലാറില്ല എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. മനുഷ്യൻ മാത്രമാണ് മുൻവൈരാഗ്യം, പക, വർഗശത്രുത തുടങ്ങിയ കാരണങ്ങളാൽ കരുതിക്കൂട്ടിയുള്ള കൊലകൾ നടത്തുന്നത്. ധനാപഹരണത്തിനു വേണ്ടിയും അധികാരവാഴ്ചയ്ക്കു വേണ്ടിയുമുള്ള കൊലകളും മനുഷ്യർക്കിടയിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ നിഷ്കരുണം കൊന്നു തള്ളുന്ന കൊലയാളികൾ സ്വയം കൊല്ലപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ധർമ്മവിരോധമാണ്. ചൊല്ലേണ്ടത് ധർമ്മ്യം ഇതാരിലും ഒത്തല്ലേ മരുവേണ്ടത് സൂരികളെ എന്ന ചോദ്യം സൂരികളോടുന്നയിച്ചുകൊണ്ടാണ് ഗുരു ഈ വൈരുദ്ധ്യത്തോട് പ്രതികരിച്ചത്. ധർമ്മജ്ഞന്മാരെ തന്നെയാണ് ഗുരു സൂരികളെന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുന്നതാണ് ധർമ്മ്യം. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം എന്ന് ആത്മോപദേശ ശതകത്തിലും ഗുരു ഉപദേശിച്ചിട്ടുണ്ട്. ഗുരുദേവൻ മരുത്വാമലയിൽ തപസ് ചെയ്തിരുന്ന കാലത്ത് കടുവകളും പുലികളുമൊക്കെ ഗുരുവിൻ്റെ മുന്നിൽ ശാന്തമൃഗങ്ങളെപ്പോലെയായിരുന്നു പെരുമാറിയിരുന്നതെന്ന് ഗുരുവിൻ്റെ ജീവചരിത്രങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു. ജീവകാരുണ്യത്താൽ ഹിംസ്രജന്തുക്കളെപ്പോലും പാട്ടിലാക്കാൻ സാധിക്കുമെന്ന് സ്വജീവിതത്തിൽ ഗുരു തെളിയിച്ചു കാണിച്ചു. നമ്മോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണം എന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ നാം മറ്റുള്ളവരോടും പെരുമാറിയാൽ തിരിച്ചും അതേ പെരുമാറ്റം ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട എന്ന ഗുരുവാക്യം സ്വാനുഭവ സാക്ഷ്യമാണ്. നമ്മളിൽ നിന്നും അഭയം ഉറപ്പാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെട്ടാൽ അവരിൽ നിന്നും നമുക്കും അഭയം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. തെളിവാർന്ന പ്രായോഗിക അദ്വൈതമാണ് ഗുരുവിടെ ഉപദേശിച്ചിരിക്കുന്നത്. കൊല്ലുന്നവനില്ല ഭുജിപ്പതിനാളില്ലെങ്കിൽ അശിക്കുക തന്നെ ദൃഢം, കൊല്ലിക്കുക കൊണ്ട് ഭുജിക്കുകയാം കൊല്ലുന്നതിൽ നിന്നും ഉരത്തൊരഖം. ഇതാണ് ഈ പഞ്ചകത്തിലെ 4-ാമത് ശ്ലോകം. തിന്നാൻ ആളില്ലാത്ത സ്ഥിതിയുണ്ടായാൽ കൊല്ലുന്നവൻ ഇല്ലാതെയാകും. തിന്നാൻ ആളുള്ളത് കൊണ്ടാണ് കൊല്ലാൻ ആളുകൾ തയ്യാറാകുന്നത്. വിചാരം ചെയ്തു നോക്കിയാൽ ഒരു കൂട്ടർ അവർക്ക് തിന്നാൻ വേണ്ടി കൊല്ലിക്കുന്നത് കൊണ്ടാണ് കൊല്ലുന്നവനുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ കൊല്ലുന്നവന് സത്യത്തിൽ അവൻ ചെയ്യുന്നതിനേക്കാൾ പാപം, അവൻ നടത്തുന്ന കൊലയുടെ പാപം അവനെക്കൊണ്ട് കൊല്ലിക്കുന്നവർക്കാണുള്ളത്. അതുകൊണ്ട് കൊല്ലുന്നതിൽ നിന്നുമുണ്ടാകുന്ന വലിയ പാപമാണ് തിന്നുന്നവർ ഭുജിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തിന്നാൻ ആളില്ലാതെ വന്നാൽ കൊല്ലുന്നവൻ തന്നെത്താൻ തിന്നു തീർക്കേണ്ടി വരും. പൊതുസമൂഹം നിഷിദ്ധമായി കാണുന്ന ഭക്ഷണം കഴിക്കുന്ന ഒരുവൻ ഒറ്റപ്പെടുകയും സമൂഹത്തിൽ അവന് സ്വീകാര്യത ഇല്ലാതായി തീരുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ഥിതി ആരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാംസാഹാര വർജനം സാമൂഹിക ആചാരമായി തീർന്നാൽ കശാപ്പുകാരും മാംസക്കച്ചവടക്കാരും സ്വയമേവ ഇല്ലാതായിത്തീരും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ മാംസാഹാര വർജനത്തിൻ്റെ ആവശ്യകതാബോധം സമൂഹ മനസ്സിൽ വേരുറയ്ക്കണം. ഈശാവാസ്യമിതം സർവം എന്നുദ്ഘോഷിക്കുന്ന നാടാണ് ഭാരതം.
തന്നിൽ നിന്നും അന്യമല്ലാത്തതായി സർവ്വജീവജാലങ്ങളെയും കാണണമെന്നും പൂർവികരായ ഋഷീശ്വരന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ അവകാശങ്ങളും മറ്റു ജീവികൾക്കുമുണ്ട്. അന്യജീവികളുടെ ഇരയായി തീരാതിരിക്കാൻ നാം ജാഗരൂകരായിരിക്കുന്നത് പോലെ മറ്റു ജീവികളും പ്രാണരക്ഷയിൽ ജാഗരൂകരാണ്. അത് നാം മനസ്സിലാക്കണം. ശക്തിയിലും ബുദ്ധിയിലും വിവേകത്തിലും മുമ്പനായ മനുഷ്യൻ മറ്റ് ജീവികളുടെ ദൗർബല്യത്തെ മുതലെടുത്ത് അവയെ കൊന്നു തിന്നുന്നത് പ്രകൃതി നിയതിക്കെതിരാണ്. കൊല്ലാൻ പിടിക്കുമ്പോഴുള്ള പ്രാണികളുടെ അരുതേ അരുതേ എന്ന ധ്വനി ഉയർത്തുന്ന കരച്ചിൽ കേൾക്കാതെ പോകരുത്. കൊന്നു തിന്നാൻ പാടില്ല എന്ന പ്രകൃതി കൽപ്പനയുടെ പ്രതീകനാദമായി ആ കരച്ചിലിനെ മനസ്സിലാക്കി ജീവകാരുണ്യം കാണിക്കണം. അതാണ് മനുഷ്യൻ അനുവർത്തിക്കേണ്ട ധർമ്മമൂല്യം. മാംസപ്രിയന്മാരുടെ പ്രേരണയില്ലാതെ മാംസക്കച്ചവടക്കാരും കശാപ്പുകാരും ഉണ്ടാവുകയില്ല. താത്വികമായി ചിന്തിച്ചു നോക്കിയാൽ കൊല്ലുന്നവനേക്കാൾ പാപി തിന്നുന്നവനാണ്. ഈ പാപബോധം മനസ്സിൽ ഉറച്ചു കിട്ടിയാൽ മനുഷ്യൻ മാംസം വർജിക്കുക തന്നെ ചെയ്യും. ആധ്യാത്മിക ഉണർവാണ് അതിനാവശ്യം. കൊല്ലിക്കുക കൊണ്ട് ഭുജിക്കുകയാം കൊല്ലുന്നതിൽ നിന്നും ഉരത്തൊരഖം. ഈ മന്ത്രം ഉരുവിട്ട് ശീലിച്ചാൽ മാംസാഹാരവർജനം സുസാധ്യമായി തീരുമെന്നാണ് ഗുരു ഉപദേശിച്ചിരിക്കുന്നത്. കൊല്ലായിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായിൽ മൃഗത്തോടു തുല്യനവൻ. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും. ഇതാണ് ഈ ശ്ലോകത്തിലെ അവസാനത്തെ ശ്ലോകം, ഈ കൃതിയിലെ അവസാനത്തെ ശ്ലോകം. കൊല്ലാവൃതം അനുഷ്ഠിക്കുന്ന പുരുഷൻ ഗുണവാനാണ്, അല്ലാത്തവൻ മൃഗതുല്യനും. മറ്റെല്ലാ ഗുണങ്ങളും തികഞ്ഞവനായാലും കൊല്ലിക്കുന്നവൻ ഒരിക്കലും അഭയം സിദ്ധിക്കുന്നതല്ല. കൊല്ലായിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായിൽ മൃഗത്തോടു തുല്യനവൻ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത്. സദ്ഗുണസമ്പന്നനായ പുരുഷനാണ് ഗുണമുള്ള പുമാൻ. വിവേകവും ജീവകാരുണ്യവും സമന്വയിക്കുന്ന ഗുണവിശേഷമുള്ളവർ പ്രാണിഹിംസ നടത്തുകയില്ല. വാളെടുക്കുന്നവൻ വാളാൽ ഹനിക്കപ്പെടുമെന്ന അറിവാണ് അങ്ങനെയുള്ളവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് അവരൊരിക്കലും അന്യജീവികളെ കൊല്ലാൻ മുതിരുകയില്ല. എന്നാൽ ഹിംസാവാസനയുള്ളവൻ അങ്ങനെയല്ല. മാംസത്തിനു വേണ്ടിയും വിനോദത്തിനു വേണ്ടിയും അവൻ പ്രാണിഹത്യ നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവനെ മൃഗതുല്യൻ എന്നാണ് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത്. തിന്നാൻ വേണ്ടി മറ്റു മൃഗങ്ങളെ കൊല്ലുകയും മറ്റു ജീവികളാൽ കൊല്ലപ്പെടുകയും തിന്നപ്പെടുകയും ചെയ്യുന്ന ജീവികളാണ് മൃഗങ്ങൾ. കൊല്ലപ്പെടുകയും തിന്നപ്പെടുകയും ചെയ്യുക എന്നത് മൃഗഗുണമാകുന്നു. തിന്നാൻ വേണ്ടി കൊന്നു ശീലിച്ച മനുഷ്യൻ മരണം വരെയും ആ ശീലം തുടരുക തന്നെ ചെയ്യും. മൃഗീയതയിൽ നിന്നും മാനവികതയിലേക്കുള്ള വളർച്ച അവനൊരിക്കലും സാധ്യമല്ല. അവൻ്റെ ജീവിതം മൃഗജീവിതത്തിന് സമാനമായിരിക്കും. ജന്മസിദ്ധമായ മനനസിദ്ധി പ്രയോജനപ്പെടുത്താനും ലോകനന്മയ്ക്ക് വേണ്ടി സ്വജന്മത്തെ പ്രയോജനപ്പെടുത്തി ജന്മസാഫല്യം നേടുവാനും ജീവിതം ശാന്തിപൂരിതമാക്കി തീർക്കാനും അവനൊരിക്കലും സാധിക്കുകയില്ല. കൊല്ലുന്നവനില്ല ശരണ്യത, മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ഈ കൃതി ഉപസംഹരിച്ചിരിക്കുന്നത്. ശരണ്യത എന്ന പദത്തിൻ്റെ വാഗർത്ഥം അഭയമെന്നാണ്. കൊലയാളി ഭയദൃഷ്ടിയോടും സംശയദൃഷ്ടിയോടും കൂടിയേ വീക്ഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അയാൾക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും. ഏത് സമയത്തും ശത്രുക്കളാൽ കൊല്ലപ്പെടും എന്ന ഭീതി കാരണം കൊലയാളിക്കൊരിക്കലും അഭയം സിദ്ധിക്കുന്നതല്ല. അവൻ്റെ ജീവിതം ഭയപൂരിതമായിരിക്കും എന്ന് സാരം. കരുണാവാന്മാരുടെ സ്ഥിതി വ്യത്യസ്തമാണ്. അവരെന്നും സമൂഹത്തിൽ പൂജ്യന്മാരായിരിക്കും. ശത്രുഭയമോ വധഭീഷണിയോ കരുണാവാന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. മറ്റെല്ലാ നന്മകളിലും മേലെയാണ്
ജീവകാരുണ്യത്തിനുള്ള സ്ഥാനം എന്ന് സമർത്ഥിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഈ കൃതി ഉപസംഹരിച്ചിരിക്കുന്നു.